നമസ്കാരം. ഏതം ഫ്ലിക്കിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം റിലീസായ ലോക, ഹൃദയപൂർവ്വം എന്നീ സിനിമകളുടെ വിശദമായ വിവരങ്ങളാണ്. വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ മാന്യ പ്രേക്ഷകരോട് ഒരു അപേക്ഷയുണ്ട്. നിങ്ങൾ കുറച്ച് പേരൊക്കെ നമ്മൾ വീഡിയോ കാണുന്നുണ്ട്, വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും സബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ് ചെയ്യുക. നിങ്ങളുടെ സബ് വളരെ വിലപ്പെട്ടതാണ്. എന്നെപ്പോലൊരു സാധാരണ ഒരു യൂട്യൂബർക്ക് വളരെ വിലപ്പെട്ടതാണ്, മുന്നോട്ട് പോകാൻ അത്യാവശ്യമാണ്. അതുകൊണ്ട് ദയവായി സബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിൻ്റെ വിശദാംശങ്ങളാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ തുടങ്ങിയ 4 ജില്ലകളിൽ, അതായത് സൗത്ത് കേരളയിലെ വിശദാംശങ്ങളാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ആകെ 277 ഷോ ആയിരുന്നു കഴിഞ്ഞ ദിവസം സൗത്ത് കേരളയിൽ ഹൃദയപൂർവ്വത്തിനുണ്ടായിരുന്നത്. 13,778 പേരാണ് കഴിഞ്ഞ ദിവസം ചിത്രം കണ്ടത്. 24,52,780 രൂപയാണ് സൗത്ത് കേരളയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഹൃദയപൂർവ്വം എന്ന സിനിമ നേടിയത്. ഒക്യുപ്പൻസി ലെവൽ 16.28%. കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട് എന്നീ സെൻട്രൽ മേഖലയിലെ കണക്കാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഈ മേഖലയിൽ ആകപ്പാടെ 433 ഷോ ഉണ്ടായിരുന്നു. 25,219 പേരായിരുന്നു. മധ്യ കേരളത്തിൽ നിന്നുള്ള കളക്ഷൻ 44,72,483 രൂപയായിരുന്നു. ഒക്യുപ്പൻസി ലെവൽ 18.44%. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് മലബാറിലെ കളക്ഷനെ കുറിച്ചാണ്. 234 ഷോ ഉണ്ടായിരുന്ന മലബാറിൽ ഇന്നലെ സിനിമ കണ്ടത് 8,794 പേരായിരുന്നു. 13,26,947 രൂപയാണ് മലബാറിൽ നിന്ന് ഹൃദയപൂർവ്വം ഇന്നലെ കളക്ട് ചെയ്തത്. ഒക്യുപ്പൻസി ലെവൽ 13.5%. ആകെ മൊത്തം നോക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം ഹൃദയപൂർവ്വം 944 ഷോകളിൽ നിന്ന് 47,791 ആളുകളാണ് ചിത്രം കണ്ടത്. അതിൽ നിന്നായി 82,52,211 രൂപയായിരുന്നു നേടിയത്. ഒക്യുപ്പൻസി ലെവൽ 16.68%. സൗത്ത് കേരളയിൽ ഒക്യുപ്പൻസി ഉണ്ടായിരുന്നത് തിരുവനന്തപുരത്താണ്. തൊട്ടു പിന്നാലെ ആറ്റിങ്ങൽ എന്ന സ്ഥലമാണ് ഉള്ളത്. മധ്യ കേരളത്തിലെ കണക്ക് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഒബ്വിയസ്ലി സിനിമ കണ്ടത് എറണാകുളത്ത് നിന്നാണ്. 2ാം സ്ഥാനത്ത് തൃശ്ശൂരിൽ നിന്നാണ്. മലബാറിൽ ഒബ്വിയസ്ലി നമുക്ക് എല്ലാം അറിയാം, മലബാറിൽ ഏറ്റവും കൂടുതൽ ഹൃദയപൂർവ്വം ആളുകൾ കണ്ടിരിക്കുന്നത് കോഴിക്കോട് നിന്നാണ്. 2ാം സ്ഥാനം കണ്ണൂരിൽ നിന്നാണ്. ഇനി നമുക്ക് ലോക എന്ന സിനിമയുടെ വിശേഷങ്ങൾ നോക്കാം. തെക്കൻ കേരളത്തിൽ കഴിഞ്ഞ ദിവസം ലോക 235 ഷോ ആയിരുന്നു. അതിൽ 13,653 ആളുകളായിരുന്നു ചിത്രം കണ്ടത്. ഗ്രോസ് കളക്ഷനായി 24,23,408 രൂപ നേടി. ഒക്യുപ്പൻസി ലെവൽ 24.5%. മധ്യ കേരളത്തിൽ നിന്നായി ലോക എന്ന സിനിമ ദിവസം 403 ഷോ ഉണ്ടായിരുന്നു. 23,557 പേരാണ് ഈ സിനിമ കണ്ടത്. ഗ്രോസ് കളക്ഷനായി ലഭിച്ചത് 42,61,498 രൂപയായിരുന്നു. ഒക്യുപ്പൻസി ലെവൽ 23.29%. മലബാറിൽ ലോക എന്ന ചിത്രം കഴിഞ്ഞ ദിവസം 253 ഷോ ഉണ്ടായിരുന്നു. 14,991 പേരാണ് ചിത്രം കണ്ടത്. ഗ്രോസ് കളക്ഷനായി ലഭിച്ചത് 22,37,122 രൂപയായിരുന്നു. ഒക്യുപ്പൻസി ലെവൽ 23.65%. ഓൾ കേരള കണക്കുകൾ പരിശോധിക്കുമ്പോൾ 891 ഷോകളിൽ നിന്ന് 52,207 പേരാണ് ചിത്രം കണ്ടത്. ഗ്രോസ് കളക്ഷനായി ലഭിച്ചത് 89,22,028 രൂപയായിരുന്നു. ഒക്യുപ്പൻസി ലെവൽ 23.65%. ലോക എന്ന ചിത്രം തെക്കൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടത് ഒബ്വിയസ്ലി തിരുവനന്തപുരത്ത് നിന്നാണ്. 2ാം സ്ഥാനം കൊല്ലം സിറ്റിയിലേക്കാണ്. മധ്യ കേരളത്തിൽ ലോക എന്ന ചിത്രം ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടത് എറണാകുളത്ത് നിന്നാണ്. ഒബ്വിയസ്ലി 2ാം സ്ഥാനം തൃശ്ശൂർ തന്നെയാണ്. മലബാറിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ലോക എന്ന ചിത്രം കണ്ടത് കോഴിക്കോട് നിന്നാണ്. പക്ഷേ 2ാം സ്ഥാനം എന്നെ ശരിക്കും ഞെട്ടിച്ചൊരു കണക്കാണ് വന്നത്. ഞാൻ കണ്ണൂരാണ് പ്രതീക്ഷിച്ചത്,
പക്ഷെ ഒരിക്കലും കണ്ണൂരല്ല. ലോക എന്ന ചിത്രം മലബാറിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ കോഴിക്കോട് കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്ത് വരുന്നത് മഞ്ചേരി എന്ന സ്ഥലത്ത് നിന്നാണ്. മലപ്പുറം ജില്ലയിൽപ്പെട്ട ഒരു വലിയ സിറ്റിയാണ് മഞ്ചേരി. ഈ കണക്ക് ശരിക്കും എന്നെ നെട്ടിച്ചു. സാധാരണ മഞ്ചേരി ഒന്നും ഇങ്ങനത്തെ ഒരു കാറ്റഗറി വരുന്നതേ അല്ല. സാധാരണ കണ്ണൂരോ തലശ്ശേരിയൊക്കെയാണ് വരുന്നത്. പക്ഷെ ഇവിടെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മഞ്ചേരി വന്നിരിക്കുകയാണ്. ഓടും കുതിര, ചാടും കുതിര, മേനെ പ്യാർ ക്യാ എന്നീ ചിത്രങ്ങളൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇവരും കൂടി നമുക്ക് വരാനുണ്ട്. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. ലോക, ഹൃദയപൂർവ്വം ഈ 2 ചിത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ദയവായി കമൻറ്റ് ചെയ്യുക. ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ചാനൽ ഇതുവരെ സബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മുന്നോട്ട് പോകാൻ അത്യാവശ്യമാണ് നിങ്ങളുടെ സബ്. നന്ദി, നമസ്കാരം.